ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൺകറൻറ്റ് എക്സിക്യൂഷനെ കുറിച്ചും ത്രെഡ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ത്രെഡ്സായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പല പല ത്രെഡ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഒരു ത്രെഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അടുത്തത് തുടങ്ങാനായിട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ കൺട്രോൾ വേണം. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ രീതിയിലായിരിക്കണം ആ ഒരു എക്സിക്യൂഷൻ നടക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ സിങ്ക്രണൈസേഷൻ കൺട്രോൾസ് ദി ഓർഡർ ഇൻ വിച്ച് ഓപ്പറേഷൻസ് ഒക്കർ ഇൻ ഡിഫറെൻറ്റ് ത്രെഡ്സ്. പല ഡിഫറെൻറ്റ് ത്രെഡ്സിൽ ഏത് ഓർഡറിലൊക്കെയാണ് ഓപ്പറേഷൻസ് നടക്കേണ്ടത് എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിങ്ക്രണേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആക്ച്വലി എൻഷുവേഴ്സ് ദാറ്റ് ഇവൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഹാപ്പൻ ഇൻ എ ഡിസൈഡ് ഓർഡർ. നമുക്ക് ആവശ്യമായ അതേ ഓർഡറിൽ തന്നെ അതിൻ്റെ പ്രോസസ്സുകൾ നടത്തുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാനാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റേസ് കണ്ടീഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്യാഷ് കൊഹറൻസും റേസ് കണ്ടീഷൻസും ഒക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു കണ്ടീഷൻസൊക്കെ അവോയ്ഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ സിങ്ക്രണൈസേഷൻ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി സിങ്ക്രണൈസേഷൻ പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. മെയിനായിട്ടുള്ള രണ്ട് മെക്കാനിസംസാണ്. ഒന്നാമത് ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ ഓർ ഷെഡ്യൂൾഡ് ബേസ്ഡ് സിങ്ക്രണൈസേഷനും, പിന്നെ ഒന്ന് സ്പിന്നിങ് ഓർ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്ന സിങ്ക്രണൈസേഷന്. അപ്പോൾ ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ഷെഡ്യൂളർ ബേസ്ഡ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു ത്രെഡ് അതിൻ്റെ പ്രോസസ്സർ റിലാക്സ് ചെയ്ത് അടുത്ത ത്രെഡിൽ നിന്ന് റിലാക്സ് ചെയ്ത് വരുന്നത് വരെ ഒരു ത്രെഡ് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അടുത്ത പ്രോസസ്സർ കിട്ടുമ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ത്രെഡ് സിങ്ക്രണൈസേഷനെയാണ് നമ്മൾ ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു സിങ്ക്രണൈസേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് it leaves some note in data structures and in future other threads will do necessary steps to make the blocked thread run. അതായത് ഇപ്പോൾ പുതിയൊരു ത്രെഡ് വന്നു, അതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് എങ്കിൽ തൽക്കാലം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ത്രെഡിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അടുത്ത ത്രെഡ് എക്സിക്യൂഷന് വേണ്ടി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം മറ്റേ ത്രെഡ് അവിടെ ബ്ലോക്കായി നിൽക്കുവാണ്. അപ്പോൾ ആ ബ്ലോക്ക്ഡ് ത്രെഡിനെയും ഇനി ഇത് കഴിയുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ ഈ ബ്ലോക്കിലേക്ക് പോകുന്നത് അവർ ഒരു ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഒരു നോട്ടും കൂടി കൊടുക്കും. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും ബാക്കിയുള്ള ത്രെഡ്സ് ഇനി അതിന് വേണ്ടിയിട്ട് പ്രോസസ്സർ അലോക്കേഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ഓക്കെ, അതിനെയാണ് ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഒന്നുകിൽ ഫോഴ്സ്ഫുള്ളി ബ്ലോക്ക് ചെയ്യുന്നതാവാം, അതല്ല എങ്കിൽ അതിന് എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടി വെയിറ്റ് വരുന്ന കാരണം ബ്ലോക്ക് ആവുന്നതാവാം. അങ്ങനെ എന്ത് വേണേലും ആവാം. ഓക്കെ, അപ്പോൾ ഒരു ത്രെഡ് ബ്ലോക്ക് ആവുന്ന സമയത്ത് അത് പ്രോസസ്സർ റിലീസ് ചെയ്ത് അടുത്ത ത്രെഡിന് വേണ്ടി കൊടുക്കുന്നു. അതാണ് ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ ബേസ്ഡ് സിങ്ക്രണൈസേഷൻ. ഇനി രണ്ടാമത്തെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിങ് ഓർ ബിസി വെയിറ്റിംഗ് മെക്കാനിസമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ഒരു ലൂപ്പിനകത്ത് റൺ ചെയ്യും. ഇറ്റ് കീപ്സ് റീഇവാലുവേറ്റിംഗ് സം കണ്ടീഷൻസ് അൺടിൽ ഇറ്റ് ബിക്കംസ് ട്രൂ. അതിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത് ഒരു ലൂപ്പിലേക്ക് കയറിയതിന് ശേഷം അതിൻ്റെ മെസ്സേജ് ക്യൂ എംപ്റ്റി ആവുന്നത് വരെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഷെയർ ചെയ്ത് കിട്ടുന്നത് വരെയോ അത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്പിന്നിങ് ഓർ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ത്രെഡ്സ് ബ്ലോക്ക് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ കിട്ടാനോ അല്ലെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് ക്യൂ എംപ്റ്റി ആവുന്നത് നോക്കുന്നതോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ത്രെഡ്സ് ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ ബ്ലോക്കായി നിൽക്കുകയാണെങ്കിൽ ഇത് സ്വന്തമായിട്ട് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിൽ കയറിയിട്ട് അവിടെ ഇങ്ങനെയും ബിസി വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴും അത് പ്രോസസ്സറിന് വിട്ടുകൊടുക്കുന്നില്ല, പ്രോസസ്സറിനെ അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിങ്ക്രണൈസേഷൻ മെക്കാനിസമാണ് സ്പിന്നിങ് ഓർ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സിങ്ക്രണൈസേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആവാം അല്ലെങ്കിൽ കണ്ടീഷൻ സിങ്ക്രണൈസേഷൻ ആവാം വരുന്നത്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേനും ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്നും അത് അറിയപ്പെടാറുണ്ട്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അതായത് ഒരു ത്രെഡ് മാത്രമേ ആ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എത്ര ത്രെഡ് ഉണ്ടെങ്കിലും അവരെല്ലാം തന്നെ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും
ഈ ഒരു എക്സിക്യൂഷൻ നടത്തുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷൻ, അതായത് നമുക്കിപ്പം മിക്കവാറും ഉള്ള ഈ റൈസ് കണ്ടീഷൻ ആണെങ്കിലും ക്യാഷ് കൊഹറൻസ് പ്രോബ്ലം ആണെങ്കിലും വരുന്നത് റീഡ് റൈറ്റ് ഇഷ്യൂ വരുമ്പോഴാണ്. ഇപ്പോൾ ഒരു വേരിയബിളിനെ നമ്മൾ ആക്സസ് ചെയ്തിട്ട് ഒരു ത്രെഡ് അതിനെ റൈറ്റ് ചെയ്യുന്നതിന് കറക്റ്റായിട്ട് റൈറ്റ് ചെയ്ത് തീരുന്നതിന് മുമ്പായിട്ട് അടുത്ത ത്രെഡ് വന്ന് റീഡ് ചെയ്ത് പോകുമ്പോഴത്തേനും ചിലപ്പോൾ ഓൾഡ് വാല്യൂ ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ റീഡോ റൈറ്റോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്പം ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മറ്റൊരാൾ ആക്സസ് ചെയ്യാതിരിക്കാനുള്ള ഒരു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ഈ മെത്തേഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെയുള്ള വേരിയബിൾസിനെ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ക്രിട്ടിക്കൽ സെക്ഷനിൽ അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ നമ്മൾ സിങ്ക്രണൈസേഷൻ എൻഷുർ ചെയ്യുന്നത്. ദെൻ കണ്ടീഷൻ സിങ്ക്രണൈസേഷൻ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് ഷുവർ ദാറ്റ് എ ഗിവൺ പ്രോസസ് ഡസ് നോട്ട് പ്രൊസീഡ് അൺടിൽ സം കണ്ടീഷൻ ഹോൾഡ്സ്. ഇപ്പോൾ അതായത് ഒരു വേരിയബിളിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എക്സിക്യൂഷൻ അങ്ങോട്ടേക്ക് ചെയ്യാവൂ എന്നുള്ള ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു സിങ്ക്രണൈസേഷനെയാണ് നമ്മൾ കണ്ടീഷൻ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ സിങ്ക്രണൈസേഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. ദെൻ സിങ്ക്രണൈസേഷൻ എന്ന് പറയുമ്പോൾ ജനറലി മെസ്സേജ് പാസിംഗ് മോഡൽസിനകത്ത് അത് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ളതാണ്. മെസ്സേജ് മസ്റ്റ് ബി സെൻഡ് ബിഫോർ ഇറ്റ് ക്യാൻ ബി റിസീവ്ഡ്. മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ അതിനെ റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പം അതാണ് അവിടുത്തെ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. റിസീവ് ചെയ്യുന്നതിന് മുമ്പ് മെസ്സേജ് സെൻഡ് ചെയ്തിരിക്കണം. അതുപോലെ ഷെയർഡ് മെമ്മറിയുടെ കേസിലാണെങ്കിൽ new receiving thread will not necessarily wait and could read an old value of a variable before it has been written by the sending thread. പുതുതായിട്ട് റിസീവ് ചെയ്യുന്ന ത്രെഡ് വെയിറ്റ് ചെയ്യണമെന്നില്ല. പിന്നെന്താണ്, ഓൾഡ് വാല്യൂ വേരിയബിളിനെ റീഡ് ചെയ്തിട്ട് അതിനെ സെൻഡിങ് ത്രെഡിലെ വഴി സെൻഡ് ചെയ്ത് കൊടുക്കണം. സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ റിസീവിങ് ത്രെഡ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ സെൻഡിങ് ഓപ്പറേഷന് ശേഷം. ഓക്കെ, നമ്മൾ നെറ്റ്വർക്കൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. സെൻഡ് ചെയ്തിട്ട് അവിടുന്ന് അക്നോളജ്മെൻറ്റ് വരുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, സോ യൂഷ്വലി ഇംപ്ലിമെൻറ്റ് ഇൻ എയ്തർ മോഡൽ ബൈ സ്പിന്നിങ് ഓർ വെയിറ്റിംഗ്. ഇപ്പം ഇത് നമ്മൾ സാധാരണ രീതിയിൽ സ്പിന്നിങ്ങിലോ മറ്റു മെത്തേഡിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിസി വെയിറ്റ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇഫ് വി ക്യാൻ കാസ്റ്റ് എ കണ്ടീഷൻ ഇൻ ദ ഫോം ഓഫ് ലൊക്കേഷൻ എക്സ് കണ്ടെയ്ൻസ് വാല്യൂ വി. ഓക്കെ, വാല്യൂ വൈ, അതായത് എക്സിൻ്റെ ലൊക്കേഷനിൽ വൈ എന്നുള്ള വാല്യൂ ഉണ്ട് എങ്കിൽ അത് വരുന്നത് വരെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്ത് നിർത്തും. എന്നിട്ട് ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ എക്സിക്യൂഷൻ ചെയ്യുന്നു. ആ ഒരു ഇതിനെയാണ് നമ്മൾ ബിസി വെയിറ്റ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. സോ എ ത്രെഡ് ദാറ്റ് നീഡ്സ് ടു വെയിറ്റ് ഫോർ ദ കണ്ടീഷൻ, ആ ഒരു കണ്ടീഷൻ വരുന്നത് വരെ ത്രെഡ് വെയിറ്റ് ചെയ്യണം. ക്യാൻ സിംപ്ലി റീഡ് എക്സ്, ദെൻ അതിന് ശേഷം എക്സിനെ റീഡ് ചെയ്യാം അതൊരു ലൂപ്പിലേക്ക്. ദെൻ അത് വൈ അപ്പിയർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഈ വെയിറ്റിംഗ് തന്നെ ഒരു സിങ്ക്രണൈസേഷൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ ടു വെയിറ്റ് ഫോർ എ കണ്ടീഷൻ ഇൻവോൾവിങ് മോർ ദാൻ വൺ ലൊക്കേഷൻ, ഒന്നിലധികം ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ വൺ നീഡ്സ് അറ്റോമിസിറ്റി ടു റീഡ് ദ ലൊക്കേഷൻസ് ടുഗദർ. ലൊക്കേഷൻസ് എല്ലാം ഒരുമിച്ച് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറ്റോമിസിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു ഇതാണ് സിങ്ക്രണൈസേഷൻ. ഇതിൽ ക്രിട്ടിക്കൽ റീജിയൻസ്, നമ്മൾ ഓരോ പ്രോസസ്സിനും അതിൻ്റേതായ ക്രിട്ടിക്കൽ റീജിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോർഷനിലായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂസ് റീറ്റെയിൻ ചെയ്യേണ്ട ആ ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് എ നടക്കുന്ന സമയത്ത് പ്രോസസ്സ് എ ഇപ്പോൾ ക്രിട്ടിക്കൽ റീജിയനിലേക്ക് എൻ്റർ ചെയ്തെന്ന് വിചാരിക്കുക. ദെൻ പ്രോസസ്സ് എ ആ റീജിയനിൽ എൻ്റർ ചെയ്ത് അതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ക്രിട്ടിക്കൽ റീജിയനിലേക്ക് വേറെ ആരെയും കയറ്റുകയില്ല. ഓക്കെ, അപ്പോൾ ബി ഇവിടെ T2 ടൈമിൽ ക്രിട്ടിക്കൽ റീജിയനിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബീനെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. ബീനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ഈ ഒരു പ്രോസസ്സ് എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബിക്ക് ക്രിട്ടിക്കൽ റീജിയനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയുള്ളൂ. ദെൻ അതിന് ശേഷം ഇവിടെ വെച്ച് ബിയുടെ ക്രിട്ടിക്കൽ റീജിയൻ തീർന്ന്, അതായത് എക്സിക്യൂഷൻ കഴിഞ്ഞാൽ അത് പുറത്തും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇതിനെയാണ് നമ്മൾ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബീനെ ബ്ലോക്ക് ചെയ്യിപ്പിച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സിങ്ക്രണൈസേഷനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അതെങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമായിട്ട്
ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ത്രെഡിനകത്ത് ഐയുടെ വാല്യൂ 0 to 25 വരെ ആക്കിയിട്ട് വെറുതെ നമ്മൾ അതിനകത്തുള്ള ഓരോരോ വാല്യൂ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സിഗ്നൽ എ ഓഫ് 25 റെഡി. സിഗ്നൽ എന്ന് പറയുമ്പോൾ വെയിറ്റ് എന്നുള്ള ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. സോ അപ്പോൾ ഇവിടെ 0 മുതൽ 25 വരെ വരുന്നത് വരെ 25 സെക്കൻഡ്സ് ഇത് വെയിറ്റ് ചെയ്യും. ഈ ത്രെഡ് 1 വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ത്രെഡ് 2ലേക്ക് കയറത്തുള്ളൂ. ത്രെഡ് 2 എന്താ ചെയ്യുന്നത്, ആദ്യം ഇത് 25 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുന്നു ഇതിൻ്റെ ഈ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട്. ദെൻ അതിന് ശേഷം 25 to 50. ഇത് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 0 മുതൽ 75 വരെ വരുന്നു. അത് ആ വരുന്ന മൊത്തം അറേ എലമെൻസിനെ ഒന്ന് ആഡ് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്യുന്നത്. സോ അപ്പോൾ ആ ലൂപ്പാണിത്. ആ ലൂപ്പിനെ 3 ത്രെഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ത്രെഡിൽ 0 മുതൽ 25 വരെയും, സെക്കൻഡ് ത്രെഡിൽ 25 മുതൽ 50 വരെയും, തേർഡ് ത്രെഡിൽ 50 മുതൽ 75 വരെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ത്രെഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് 25 സെക്കൻഡ്സ് ഈ സെക്കൻഡ് ത്രെഡ് വെയിറ്റ് ചെയ്യുവാണ്. ദെൻ അവിടുന്ന് 25 മുതൽ 50 വരെയുള്ളത് ഇവിടെ ചെയ്യുന്നുണ്ട്. ദെൻ ഒരു 50 റെഡി കൊടുക്കുന്നുണ്ട്, സിഗ്നൽ കൊടുക്കുന്നുണ്ട് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ആർക്കാണ്, ത്രെഡ് 3ക്ക് വേണ്ടിയിട്ട്. സോ അപ്പോൾ ഈ ഒരു 50 റെഡി ഇവിടുന്ന് ഈ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ മൂന്നാമത്തെ ത്രെഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അതുപോലെ ഓരോ ത്രെഡിൽ നിന്നും ഇവിടുന്ന് ഒരു റെഡി സിഗ്നൽ കിട്ടണം. റെഡി സിഗ്നൽ കിട്ടിക്കഴിയുമ്പോഴാണ് അടുത്ത ത്രെഡ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ കോഡിങ് എഴുതുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒരു ലോക്ക് സെറ്റ് ചെയ്തിട്ട്, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ലോക്ക് സെറ്റ് ചെയ്ത് ആ ലോക്ക് വെച്ചിട്ടാണ് നമ്മളത് സിങ്ക്രണൈസേഷൻ എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് സെറ്റ് ലോക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വെയിറ്റിംഗ്, അങ്ങനെ ആ ഒരു ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് പ്രോസസ്സ് സ്പിൻ വിത്ത് ഓർഡിനറി റീഡ് ഇൻസ്ട്രക്ഷൻസ് അൺടിൽ ദ ലോക്ക് അപ്പിയേഴ്സ് ടു ബി ഫ്രീ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാല്യൂ റീഡ് ചെയ്ത് കൊണ്ടുവരുവാണ്. അപ്പോൾ ആ റീഡ് ചെയ്ത് കൊണ്ടുവരുന്നത് വരെ ഈ ഒരു ലോക്കായിരിക്കും, അത് ലോക്ക്ഡ് ആയിരിക്കും. ദെൻ റീഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ലോഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ലോക്ക് ഫ്രീ ആവുന്നു. ഫ്രീ ആയതിന് ശേഷം മാത്രമേ ആ ഒരു ലോക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ അക്വയർ ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് പ്രോസസ്സ് വേണമെങ്കിലും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ പാരലൽ അൽഗോരിതം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലാ ത്രെഡും അതിൻ്റെ പ്രീവിയസ് സ്റ്റെപ്പ് വരെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു, അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ഡേറ്റ പാരലൽ അൽഗോരിതത്തിൻ്റെ കറക്റ്റ്നെസ് പറയുന്നത്. സോ അപ്പം ഈ ഇങ്ങനെയുള്ള ഡേറ്റ പാരലൽ അൽഗോരിതംസിൻ്റെ കറക്റ്റ്നെസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളുള്ള സിങ്ക്രണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബാരിയർ എന്ന് പറയുന്നത്. ബാരിയർ സെർവ്സ് ടു പ്രൊവൈഡ് ദിസ് സിങ്ക്രണൈസേഷൻ. So between iterations the threads would synchronize with a barrier. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഐട്രേഷൻസിൻ്റെ ഇടയിൽ നമ്മൾ ത്രെഡ്സ് തമ്മിലുള്ള സിങ്ക്രണൈസേഷൻ ഈ ബാരിയർ വഴിയാണ് നടത്തുന്നത്. The program would halt when no thread found a significant change in any forces during the last iteration. പഴയ ഐട്രേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല എങ്കിൽ പ്രോഗ്രാം ഹോൾട്ട് ചെയ്യും. സോ സിംപ്ലസ്റ്റ് വേ ടു ഇംപ്ലിമെൻ്റ് എ ബിസി വെയിറ്റ് ബാരിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സിംപ്ലസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബലി ഷെയർഡ് കൗണ്ടർ യൂസ് ചെയ്തതിന് ശേഷം ഫെച്ച് ആൻഡ് ഡിക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻ വെച്ച് അതിനെ മോഡിഫൈ ചെയ്യുന്ന ആ ഒരു രീതിയാണ് നോർമലി ഒരു ബിസി വെയിറ്റ് ബാരിയർ യൂസ് ചെയ്യുന്നത്. So the counter begins at n and the number of threads in the program. എപ്പോഴും കൗണ്ടർ ബിഗിൻ ചെയ്യുന്നത് ആ പ്രോഗ്രാമിന് എത്ര ത്രെഡ്സ് റൺ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ത്രെഡും അതിൻ്റെ ബാരിയർ റീച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കൗണ്ടറിനെ ഡിക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 0 ആയി കഴിയുമ്പോഴത്തേനും ആ ഒരു സിങ്ക്രണൈസേഷൻ, ഈ കൗണ്ടർ തന്നെ ഇല്ലാതാവുകയും സിങ്ക്രണൈസേഷൻ ഫൈനലൈസ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സിങ്ക്രണൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് സെമാഫോർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂളർ ബേസ്ഡ് സിങ്ക്രണൈസേഷൻ മെക്കാനിസമാണ് സെമാഫോർ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ബേസിക്കലി ഒരു കൗണ്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
എല്ലാ ഓപ്പറേഷൻ്റെയും കൂടെ പിയും ബിയും എന്ന് പറഞ്ഞ് 2 ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് സിഗ്നലും വെയിറ്റും എന്ന് പറഞ്ഞ് 2 ഓപ്പറേഷൻസാണ് ഉള്ളത്. ഒരു ത്രെഡ് പി എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ഓപ്പറേഷനെ കോൾ ചെയ്യുമ്പോഴത്തേനും കൗണ്ടറിനെ ഡിക്രിമെൻ്റ് ചെയ്തിട്ട് നോൺ നെഗറ്റീവ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടറിനെ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ഒരു വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രെഡിനെ വേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിച്ച ആ ഒരു സിഗ്നലും വെയിറ്റും ആ ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില സെമാഫോറിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ കൗണ്ടർ എന്ന് പറയുന്നത് 0ഉം 1ഉം വാല്യൂ മാത്രം യൂസ് ചെയ്തിട്ടുള്ള സെമാഫോർസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബൈനറി സെമാഫോർ എന്ന് പറയുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ ഷെഡ്യൂളർ ബേസ്ഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ലോക്ക്. ഷെഡ്യൂളർ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ലോക്കായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. പി ഓപ്പറേഷൻ നമ്മൾ ലോക്ക് അക്യൂർ ചെയ്യാനും വി ഓപ്പറേഷൻ അതിനെ റിലീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിങ്ക്രണൈസേഷനകത്ത് വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈം പ്രോഗ്രാം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.